ഇതാണ് ഞാൻ കോഴിക്കോട് പോയ ഇന്ത്യക്കാക്കാൻ്റെ ബുച്ചോൻ്റെ ബീഫ് ബിസ്ക്കറ്റിൻ്റെ കട. അവിടെ ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടെ കണ്ടോ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. മിക്കത് സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ ഭയങ്കര ഇഷ്ടം. ഇതാണ് അതിൻ്റെ വെൽക്കമിൻ്റെ ഇത്. അടിപൊളിയാണ്. അവിടെ തന്നെ ഇഷ്ടംപോലെ സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതും ഭയങ്കര രസം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു സ്ഥലം. ഇതേപോലെ കണ്ടില്ലേ പ്ലാന്റ്സ് ഇങ്ങനെ കയറ്റി പിടിപ്പിച്ചേക്കണേന് അവരുടെ ആ ഒരു ഇതിൽ ഭയങ്കര എസ്തെറ്റിക്കാണ്. അടുത്ത് തന്നെ ബീച്ച് ആയതുകൊണ്ട് ഭയങ്കര എസ്തെറ്റിക്കായിട്ട് നമുക്ക് തോന്നും. കണ്ടേ അവിടെയൊക്കെ സ്നേക്ക് പ്ലാന്റ്സ് ആണ്. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും ആരും ഇരിക്കത്തില്ല. അവർക്ക് പുറത്തിരിക്കാൻ താല്പര്യം. പിന്നെ ഇതാണ് അവരുടെ ഔട്ട്ഡോർ എന്ന് പറഞ്ഞത്. കറക്റ്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്രബ് സ്മോക്കി ട്രിപ്പിറ്റ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട ഇതാണ് കേട്ടോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അടിപൊളി. പിന്നെ ഇത് ഇവിടേക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടംപോലെ CCTV ക്യാമറാസ് ഒക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ല ഇഷ്ടംപോലെ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ലവേഴ്സിനൊക്കെ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇതിനൊക്കെ അവരെന്തോ ഒരു പൈസ ചിലവാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പോലെ. അപ്പോൾ ഇതാണ് കേട്ടോ റിയൽ സ്മോക്കർ എന്ന് പറഞ്ഞത്. നല്ല അടിപൊളിയാണ്. ഇതിൽ പിന്നെ ഇതാണ് ബീഫ് ബിസ്ക്കറ്റ് ശരിക്കും ഉണ്ടാക്കുക. ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിലിട്ടാൻ പറ്റില്ല. അവിടെ കരിഞ്ഞു തൊട്ടിന് ഭയങ്കര പഴുത്തിരിക്കാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ വിറകൊക്കെ ശരിക്കും ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ്. ഉപയോഗിക്കാറ് കൂടിയില്ല ഇവർ. കണ്ടോ അവിടുത്തെ ഇതേനാണെങ്കിൽ കാണിക്കുന്നത്.